ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അനദർ എപ്പിസോഡ് ഓഫ് ലേൺ ടാലി ഇൻ സിമ്പിൾ മെത്തേഡ്. ഇന്ന് തന്നെ നമ്മൾ രണ്ട് ചെറിയ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്, ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച രണ്ട് കാര്യങ്ങളായിരുന്നു ഈ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും. എവിടെ? അക്കൗണ്ടിങ് വൗച്ചേഴ്സിലാണ് നമ്മൾ പഠിച്ചത്. അക്കൗണ്ടിങ് വൗച്ചേഴ്സിലെ രണ്ട് വൗച്ചറാണ് നമ്മൾ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും. ഡെബിറ്റ് നോട്ട് മീൻസ് പർച്ചേസ് റിട്ടേൺ, ക്രെഡിറ്റ് നോട്ട് മീൻസ് സെയിൽസ് റിട്ടേൺ. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഷിയാബ്സ് അക്കാഡമി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്കിഷ്ടമായെങ്കിൽ, അവർക്കിത് പ്രയോജനം ചെയ്യുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക, സംശയങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിക്കുന്നത്, ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട്. അപ്പോൾ എപ്പിസോഡ് 9. ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട് സെപ്പറേറ്റ് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് കാര്യങ്ങളും ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാതെ ഈ ക്ലാസ്സിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. നമുക്ക് എല്ലായിടത്തും പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും റെക്കോർഡ് ചെയ്യുന്നതിനെക്കുറിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അത് ഇന്നത്തോടെ നമ്മൾ മാറ്റുകയാണ്. ഓക്കെ, റെഡി അല്ലേ? ട്രാൻസാക്ഷൻ ഓഫ് ABC വെയർഹൗസ്. ABC വെയർഹൗസിൻ്റെ ട്രാൻസാക്ഷൻ, ഇവിടെ രണ്ട് ട്രാൻസാക്ഷൻ ഉണ്ട്. ഒന്ന് ഗുഡ്സ് റിട്ടേൺഡ് ഫ്രം ഭരത്, അടുത്തത് ഗുഡ്സ് റിട്ടേൺ ടു സാംസൺ. അപ്പോൾ ഗുഡ്സ് റിട്ടേൺഡ് ഫ്രം ഭരത് എന്ന് പറഞ്ഞാൽ ഭരത് നമ്മുടെ കസ്റ്റമറാണ് അല്ലേ? ഭരതിനെ നമ്മൾ എന്ത് ചെയ്തിരുന്നു? സെല്ല് ചെയ്തിരുന്നു. ഗുഡ്സ് സെല്ല് ചെയ്തു, അതിൽ കുറച്ച് എമൗണ്ട് അദ്ദേഹം റിട്ടേൺ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് മീൻസ് സെയിൽസ് റിട്ടേൺ. അടുത്തത് ഗുഡ്സ് റിട്ടേൺഡ് ടു സാംസൺ. സാംസൺ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? നമ്മുടെ സപ്ലയർ ആയിരുന്നു. നമ്മൾ സാംസങ്ങിൻ്റെ അടുക്കൽ നിന്ന് പർച്ചേസ് ചെയ്തിരുന്നു, അതിൽ കുറച്ച് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? റിട്ടേൺ ചെയ്തു. അപ്പോൾ സാംസണ് ഗുഡ്സ് റിട്ടേൺ ചെയ്താൽ പർച്ചേസ് റിട്ടേൺ. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിരുന്നു എന്തായിരുന്നു? ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് രണ്ട് അക്കൗണ്ട്സ് ഉണ്ട്. ഇവിടെ ഭരതും ഉണ്ട്, ഗുഡ്സും ഉണ്ട്. ഇവിടെ ഗുഡ്സും ഉണ്ട്, സാംസണും ഉണ്ട് അല്ലേ? ഭരതിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്തു, ഗുഡ്സ് റിട്ടേൺ ഫ്രം ഭരത് അല്ലേ? ഭരത് അപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? ഡെബിറ്റ് ദ റിസീവർ ആയിരുന്നോ, ക്രെഡിറ്റ് ദ ഗിവർ ആയിരുന്നോ? ക്രെഡിറ്റ് ദ ഗിവർ. അപ്പോൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ടു ഭരത്. ഗുഡ്സ് റിട്ടേൺഡ് ടു സാംസൺ. സാംസണിലേക്ക് നമ്മൾ ഇത് ഗുഡ്സ് കൊടുത്തു. അപ്പോൾ സാംസൺ എന്ത് ചെയ്യുമായിരുന്നു? ഡെബിറ്റ് ദ റിസീവർ. ശരിയല്ലേ? പേഴ്സണൽ അക്കൗണ്ട് റൂളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സാംസൺ അക്കൗണ്ട് ടു പർച്ചേസ് റിട്ടേൺ. നമുക്കതിൻ്റെ ജേണലിലേക്ക് പോകാം. നമ്പർ 1, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ 8,000 ടു ഭരത് 8,000 ബീയിങ് ഗുഡ്സ് റിട്ടേൺഡ് ഫ്രം ഭരത്. ഇത് ഏതിലാണ് റെക്കോർഡ് ചെയ്യുന്നത്? കൺട്രോൾ F8, ക്രെഡിറ്റ് നോട്ട്. അടുത്ത് എന്തായിരുന്നു? സാംസൺ അക്കൗണ്ട് ഡെറ്റർ ടു 5,000 ടു പർച്ചേസ് റിട്ടേൺ 5,000 ബീയിങ് ഗുഡ്സ് റിട്ടേൺഡ് ടു സാംസൺ, കൺട്രോൾ പ്ലസ് F9 ഡെബിറ്റ് നോട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ അക്കൗണ്ടിങ് വൗച്ചർ പഠിച്ചപ്പം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, അവിടെ ബട്ടൺ പാനലിൽ കൺട്രോൾ F8 ക്രെഡിറ്റ് നോട്ടും കൺട്രോൾ F9 ഡെബിറ്റ് നോട്ടും ഇനാക്റ്റീവ് ആയിരുന്നു. അപ്പോൾ നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് വൗച്ചർ ടൈപ്പും ആക്റ്റീവ് ആക്കുന്നതെന്ന് കാണാം. അതിൻ്റെ പ്രൊസീജിയർ എഴുതിക്കൊള്ളുക. F11 അക്കൗണ്ടിങ് ഫീച്ചേഴ്സ്. അക്കൗണ്ടിങ് ഫീച്ചേഴ്സിൽ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കുക? F11 അക്കൗണ്ടിങ് ഫീച്ചേഴ്സിലേക്ക് പോവുക. F11 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് വരും. അതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യുക? അക്കൗണ്ടിങ് ഫീച്ചേഴ്സ്. അതിൽ ഇൻവോയ്സിങ് എന്ന് പറയുന്ന ഹെഡിൽ ഒരു ഭാഗമുണ്ട്, യൂസ് ഡെബിറ്റ് ക്രെഡിറ്റ് നോട്ട് എസ്. എന്തായിരുന്നു? ഇൻവോയ്സിങ് എന്ന് പറയുന്ന ഹെഡിൽ യൂസ് ഡെബിറ്റ് ക്രെഡിറ്റ് നോട്ട് എസ് ആക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാര്യങ്ങൾ കിട്ടത്തുള്ളൂ? അക്കൗണ്ടിങ് വൗച്ചേഴ്സിലെ കൺട്രോൾ പ്ലസ് F8 ക്രെഡിറ്റ് നോട്ടും കൺട്രോൾ പ്ലസ് F9 ഡെബിറ്റ് നോട്ടും കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ടാലിയിൽ ഇതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ടാലി ഓപ്പൺ ചെയ്തു. നമ്മുടെ കമ്പനിയുടെ പേരെന്തായിരുന്നു? ABC വെയർഹൗസ്. അപ്പോൾ ABC വെയർഹൗസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ആക്റ്റീവായി നിൽക്കുന്ന കമ്പനി എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. ഏതായിരുന്നു ക്ലോസ് ചെയ്യാനുള്ള കീ? എപ്പോഴും ഞാൻ പറയണുണ്ട്, ക്ലോസ് ചെയ്യാനുള്ള കീ Alt F1. നമുക്ക് ഇവിടുന്ന് നമുക്കൊരു പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിലേക്കൊക്കെ ഞാൻ വരുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഫിനാൻഷ്യൽ ഇയർ തന്നെ അതിലേക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ ആക്റ്റീവായി നിൽക്കുന്ന കമ്പനി ഓഫ് ചെയ്തിട്ട് ചെയ്യാൻ ഞാൻ പറയുന്നത്. Alt F1. ക്രിയേറ്റ് കമ്പനി. ക്രിയേറ്റ് കമ്പനിയിൽ ABC വെയർഹൗസ്.
ഇന്ത്യ, കേരള ഫുള്ള് സേവ് ചെയ്യുന്നു. ഓക്കെ, കമ്പനി ക്രിയേറ്റ് ആയി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇങ്ങോട്ട് പോകണം. F11 ഫീച്ചേഴ്സ്. F11 ഫീച്ചേഴ്സിൽ നമുക്ക് ഏത് ആക്റ്റീവ് ആക്കണം? F11 ഫീച്ചേഴ്സിൽ അക്കൗണ്ടിങ് ഫീച്ചേഴ്സിലേക്ക് പോകണം. അക്കൗണ്ടിങ് ഫീച്ചേഴ്സിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു എന്ത് ആക്റ്റീവ് ആക്കണം? മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഉള്ളി. അതിനകത്ത് മാറ്റമില്ല. മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഉള്ളിയാണ് നമ്മൾ ചെയ്യുന്നത്. ബിൽ വൈസ് നോ ചെയ്തു. ഇൻവോയ്സിങ് എന്ന് പറയുന്ന ഹെഡ് ഇത് ഇവിടെയാണ്. ആ ഇൻവോയ്സിങ് എന്നുള്ള പറയുന്ന ഹെഡിനകത്ത് യൂസ് ഡെബിറ്റ് ക്രെഡിറ്റ് നോട്ട് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസും കൂടെ നമുക്ക് നോ ചെയ്യേണ്ടതുണ്ട്. നോ ചെയ്തു. യൂസ് ഡെബിറ്റ് ക്രെഡിറ്റ് നോട്ട് വന്നു, എസ് ആക്കി. അപ്പോൾ എന്തിനാണ് ഇത് എസ് ആക്കുന്നത്? ഇവിടെ ഈ യൂസ് ഡെബിറ്റ് ക്രെഡിറ്റ് നോട്ട് എസ് ആക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്ന വൗച്ചർ നമുക്ക് വൗച്ചറിൽ കിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഇത് നോ ചെയ്തിട്ട് നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയാണ് അക്കൗണ്ടിങ് വൗച്ചർ എന്ന് നോക്കാം അല്ലേ. അക്കൗണ്ടിങ് വൗച്ചർ നോക്കിയേ, റൈറ്റ് സൈഡിൽ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഉണ്ടോ? ഇല്ല. അപ്പോൾ വീണ്ടും F11 ഫീച്ചേഴ്സിൽ പോകണം. അതിൽ യൂസ് ഡെബിറ്റ് ക്രെഡിറ്റ് നോട്ട് അത് എസ് ആക്കണം. എസ് ആക്കി നമ്മൾ സേവ് ചെയ്യുന്നു. നോക്കൂ, ആക്റ്റീവായോ? യെസ്. ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ആയി, ഡെബിറ്റ് നോട്ടും ആയി. ഇതിൻ്റെ താഴെ 2 ലൈൻ ഉണ്ട് അല്ലേ? 2 ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കീ കോമ്പിനേഷൻ കൺട്രോൾ ആണെന്നാണ്. ഒന്നാണെങ്കിലോ ഓൾട്ട് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ട്രാൻസാക്ഷനിലേക്ക് പോകാം. അപ്പോൾ ട്രാൻസാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അക്കൗണ്ട്സ് ഇൻഫോയിൽ പോയി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ലെഡ്ജർ ക്രിയേറ്റ്. നമുക്ക് ഏതൊക്കെ ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഒന്ന് സാംസൺ. സാംസൺ നമ്മുടെ സപ്ലയറാണ്. നമ്മുടെ ഫേമിന് പ്രോഡക്റ്റ് തരുന്നയാളാണ്, ക്രെഡിറ്റ് ആയിട്ട് തരുന്നയാളാണ്. ആരാണ്? സൺട്രി ക്രെഡിറ്റർ. സാംസൺ ആരാണ്? സൺട്രി ക്രെഡിറ്റർ. സേവ് ചെയ്തു. ഓക്കെ, സാംസൺ കൂടാതെ ഒരാളും കൂടി ഉണ്ടല്ലോ, ഭരത്. ഭരത് നമ്മുടെ കസ്റ്റമറാണ്. അപ്പോൾ ആരാണ് ഭരത്? സൺട്രി ഡെപ്റ്റർ. സേവ് ചെയ്യുക. ഇനി 2 അക്കൗണ്ട് ഉണ്ട്. ഒന്ന് പർച്ചേസ് റിട്ടേൺ അണ്ടർ പർച്ചേസ്, നമ്മൾ പഠിച്ചിട്ടുള്ളയാ. അടുത്തത് എന്താണ്? സെയിൽസ് റിട്ടേൺ അണ്ടർ സെയിൽസ് അക്കൗണ്ട്. കഴിഞ്ഞു. ഇനി നമുക്ക് ട്രാൻസാക്ഷനിലേക്ക് പോകാം. ട്രാൻസാക്ഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് വരണം. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നിട്ട് അക്കൗണ്ടിങ് വൗച്ചർ എടുക്കുക. അക്കൗണ്ടിങ് വൗച്ചറിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ക്രെഡിറ്റ് നോട്ട്. Ctrl+F9. Ctrl+F9 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഡെബിറ്റ് നോട്ടാണ്. Ctrl+F8 ആണ് ക്രെഡിറ്റ് നോട്ട് അല്ലേ? Ctrl+F8 ക്രെഡിറ്റ് നോട്ട് എടുത്തു. ഒറിജിനൽ ഇൻവോയ്സ് നമ്പറും കാര്യങ്ങളും ഒന്നും നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്ത് നേരെ വന്നു. അപ്പോൾ എൻട്രി എങ്ങനെയായിരുന്നു? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ലെറ്റർ ടു ഭരത്. ഭരത് എൻട്രി ചെയ്തു. ഭരത് ക്രെഡിറ്റ് ആണ്. എമൗണ്ട് 8000. സെയിൽസ് റിട്ടേൺ സെലക്ട് ചെയ്തു. സേവ് ചെയ്തു. അടുത്ത എന്തായിരുന്നു? ഡെബിറ്റ് നോട്ട് പർച്ചേസ് റിട്ടേൺ. Ctrl+F9. അവിടെ ഒറിജിനൽ ഇൻവോയ്സും ഡേറ്റും ഒക്കെ ചോദിക്കും. ഡെബിറ്റ് എന്താണ്? സാംസൺ 5000 ടു പർച്ചേസ് റിട്ടേൺ. കഴിഞ്ഞു. നമുക്കിതിൻ്റെ റിപ്പോർട്ട് എവിടെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? ഈ 2 പോർഷനും കാണാം. സെയിൽസ് റിട്ടേണും കാണാം, പർച്ചേസ് റിട്ടേണും കാണാം. കണ്ടോ? അതേപോലെ ബാലൻസ് ഷീറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു ക്രെഡിറ്ററിൻ്റെ അവിടെ 5000 കാണാം, ഡെറ്ററിൻ്റെ അവിടെ 8000 കാണാം. ഓക്കെ, അതൊക്കെ നമ്മൾ ഇത് മാത്രം ചെയ്തുകൊണ്ടാണ്. ഇതിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ മാത്രം ഒരു റിപ്പോർട്ടുണ്ട്. ഇതിൻ്റെയാണ് പർച്ചേസ് റിട്ടേണിൻ്റെയും സെയിൽസ് റിട്ടേണിൻ്റെയും റിപ്പോർട്ട് മാത്രം കാണാൻ വേണ്ടിയാണ് നമ്മളിന്ന് പോകുന്നത്. സോ ഗേറ്റ് വേ ഓഫ് ടാലി ഡിസ്പ്ലേയിൽ അക്കൗണ്ട് ബുക്ക് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. കണ്ടോ? അക്കൗണ്ട് ബുക്കിൽ ജേണൽ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്.
ആ ജേണൽ രജിസ്റ്ററിൽ ഡെബിറ്റ് നോട്ട് രജിസ്റ്റർ നോക്കിയേ, ഒരു ഡെബിറ്റ് നോട്ടുണ്ട്, ഒരു പർച്ചേസ് റിട്ടേൺ ഉണ്ട്, അതിവിടെ കാണാം. അതുപോലെ തന്നെ ക്രെഡിറ്റ് നോട്ട്, അതും എന്താണ്, ഭരതിൻ്റെ ഒരു ക്രെഡിറ്റ് നോട്ട് കാണാം. അപ്പോൾ നമ്മുടെ പർച്ചേസ് റിട്ടേണിൻ്റെയും സെയിൽസ് റിട്ടേണിൻ്റെയും റിപ്പോർട്ട് എവിടെ കാണാം? എഴുതുക, റിപ്പോർട്ട് ഓഫ് പർച്ചേസ് റിട്ടേൺ ആൻഡ് സെയിൽസ് റിട്ടേൺ, ഗേറ്റ് വേ ഓഫ് ടാലി, ഡിസ്പ്ലേ, അക്കൗണ്ട് ബുക്ക്, ജേണൽ രജിസ്റ്റർ, അതിൽ ഡെബിറ്റ് നോട്ട് രജിസ്റ്റർ, ക്രെഡിറ്റ് നോട്ട് രജിസ്റ്റർ അവിടെ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാം. അപ്പം നമ്മൾ 2 വൗച്ചറിൻ്റെ കാര്യം മാത്രം പഠിക്കാൻ വേണ്ടി വന്നതാണ്. ഏതൊക്കെയായിരുന്നു? ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട്. രണ്ടും പഠിച്ചു, അതെങ്ങനെയാണ് ആക്റ്റീവ് ആക്കേണ്ടതെന്ന് പഠിച്ചു, എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നും പഠിച്ചു ഇല്ലേ? തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.